ഹലോ ഹായ് വെൽക്കം ടു ഓൾ. എല്ലാവരും സുഖമായി സേഫ് ആയിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. നമ്മളിപ്പം നോക്കുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ കറൻറ്റ് ഫീലിങ്സ്, അവരുടെ തോട്ട്സ് എന്താണ്, അവരെന്താണ് പറയാൻ ആഗ്രഹിക്കുന്നത് എന്നുള്ളതാണ്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. സോ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നത് മാത്രം എടുക്കുക, അല്ലാത്ത കാര്യങ്ങളൊക്കെ വിട്ട് കളയുക. നെഗറ്റീവിനെ ജീവിതത്തിലേക്ക് അട്രാക്റ്റ് ചെയ്യാതിരിക്കുക. ടൈംലെസ് ആയതുകൊണ്ട് ഈ റീഡിംഗ് നിങ്ങളുടെ മുന്നിലേക്ക് എപ്പോൾ വരുന്നോ അപ്പോൾ മുതൽ നിങ്ങൾക്കിത് റെസനേറ്റായി തുടങ്ങുന്നതായിരിക്കും. ഓർത്ത് വെക്കുക, ഇതൊരു കളക്റ്റീവ് ആൻഡ് ടൈംലെസ് റീഡിംഗ് ആണ്. പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഓഫർ പ്രൈസ് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. 2 ഡേയ്സും കൂടി ഉണ്ടാകത്തുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. വളരെ പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. നിങ്ങളുടെ പേഴ്സൻ്റെ നെയിം മനസ്സിലേക്ക് റിപ്പീറ്റ്ലി കൊണ്ടുവരിക. അവരുടെ കൂടെ സ്പെൻഡ് ചെയ്തിട്ടുള്ള നല്ല നല്ല മൊമെൻറ്റ്സ് നിങ്ങൾ മനസ്സിലേക്ക് കൊണ്ടുവരിക. നിങ്ങളുടെ ഈ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നത് എന്താണ്? ക്ലാരിറ്റിയാണ്. സെവൻ ഓഫ് വാൻഡ്സ് വന്നിട്ടുണ്ട്. 6 ഓഫ് വാൻഡ്സ് വന്നിട്ടുണ്ട്. ഡെവിൾ കാർഡ് വന്നിട്ടുണ്ട്. 5 ഓഫ് വാൻഡ്സ്, ഫാദർ ഓഫ് പെൻറ്റിക്കിൾ. ഓക്കെ, സൺ കാർഡാണ് ഇവിടെ ബോട്ടം ഓഫ് ദ ഡെക്ക്. ഓക്കെ, അപ്പം നിങ്ങളുടെ പേഴ്സൻ്റെ ഒരു ഓവറോൾ എനർജിക്ക് വേണ്ടിയിട്ട് ഒരു ഒറാക്കിൾ കാർഡ്, ഒരു ടാരോ കാർഡും കൂടി എടുക്കാം. എന്താണ് അവരുടെ ഒരു ഓവറോൾ എനർജി എന്താണ്? സിക്സ് ഓഫ് കപ്സ് ആണ് കേട്ടോ. സോ നിങ്ങളുടെ പേഴ്സൻ്റെ ഒരു ഓവറോൾ എനർജി നോക്കുന്ന സമയത്ത് പാസ്റ്റ് ലൈഫിൽ സ്റ്റെക്കായിട്ട് നിൽക്കുന്ന ഒരു പേഴ്സൻ്റെ എനർജിയാണ് ഇവിടെ കാണുന്നത്. അതായത് ഓൾഡ് മെമ്മറീസ് കൊണ്ട് ജീവിക്കുന്ന, അല്ലെങ്കിൽ പാസ്റ്റിൽ നിങ്ങൾ തമ്മിലുള്ള ആ ഒരു കാര്യങ്ങളെല്ലാം തന്നെ ഇപ്പോഴും ഹോൾഡ് ചെയ്ത് വെക്കുക, റിമൂവ് ചെയ്യാതെ അല്ലെങ്കിൽ മൂവ് ഓൺ ചെയ്യാൻ പറ്റാതെ ഹോൾഡ് ചെയ്ത് വെച്ച് ഇരിക്കുന്ന ഒരാളെയാണ് കാണിക്കുന്നത്. ആൻഡ് അതേപോലെ തന്നെ മെച്ചുവേർഡ് ആകാത്ത, അല്ലെങ്കിൽ ഏജ് എത്രയുണ്ടെങ്കിലും അതുപോലെ തന്നെ ഇപ്പം എന്ത് കാര്യങ്ങളും എത്ര സിമ്പിളായിട്ട് കാണുന്ന അല്ലെങ്കിൽ സിമ്പിളായിട്ട് ചെയ്തു തീർക്കുന്ന ഒരാളാണെങ്കിലും ഇവർ വളരെ പക്വതയില്ലാത്തൊരു പേഴ്സണായിട്ട് ഇപ്പോൾ ബിഹേവ് ചെയ്യാണ്. അതായത് ഒരു കുട്ടികളുടെ എനർജിയിലാണ് ഈ പേഴ്സൺ ഇരിക്കുന്നത്. ഒരു കുട്ടിത്തമാണ് ഇപ്പോൾ അവർക്ക് മെയിൻലി അവരുടെ എനർജിയിൽ വരുന്നത്. ഓക്കെ, അപ്പം അങ്ങനെ ഒരു കുട്ടിത്തം വരുന്നത് കൊണ്ട് തന്നെ ഇവിടെ അവർക്ക് നിങ്ങളുടെ അടുത്തുള്ള ഫീലിങ്സ്, അല്ലെങ്കിൽ അവർ നിങ്ങളുടെ അടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നതിൽ എന്താ പറയുക, അവർക്ക് നിങ്ങളെ ഈ ഒരു വെയിറ്റിംഗ് എനർജി, അല്ലെങ്കിൽ നിങ്ങളിപ്പം സെപ്പറേഷൻ പോലെ ഒരു ഡിസ്റ്റൻസിൽ നിൽക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. അതുകൊണ്ടാണ് നമുക്കിവിടെ ഒരു ഓവറോൾ എനർജി പാസ്റ്റിൽ സ്റ്റക്കായിട്ട് നിൽക്കുക എന്നുള്ളത് കാണുന്നത്. ഇപ്പം നിങ്ങളും അങ്ങനെ തന്നെ ആയിരിക്കാം. പാസ്റ്റിൽ അവരുടെ ഓർമ്മകളിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ടാകാം. അപ്പം അങ്ങനെ ഓർമ്മകളിൽ നിൽക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ തമ്മിലൊരു ഡിസ്റ്റൻസ് ഉണ്ടായിരിക്കണം.
ഒരു പഴയൊരു കമ്മിറ്റ്മെൻറ്റ് ഇപ്പം ഇല്ലായിരിക്കാം. അപ്പം ഇവിടെ നിങ്ങളോട് അവർ പറയാൻ ആഗ്രഹിക്കുന്നത് മെയിൻലി നോക്കുകയാണെങ്കിൽ, എനിക്കിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കാൻ സാധിക്കുന്നില്ല, അല്ലെങ്കിൽ എനിക്ക് ചില സമയത്ത് ഈ പ്രസൻസ് ഇല്ലാണ്ടാവുമ്പം അതൊരു വെയിറ്റിംഗ് പോലെ നിൽക്കാൻ ഒട്ടും പറ്റാത്തൊരവസ്ഥ. ഇപ്പം ഇത് പറയുകയാണെങ്കിൽ, ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നിങ്ങൾക്ക് ചില സമയത്ത് ഇപ്പോൾ ഇവരായിട്ടൊരു കോണ്ടാക്റ്റും ഇല്ല, ഇവർ നിങ്ങളെ ബ്ലോക്ക് ചെയ്ത് വെച്ചേക്കാണ്, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചില സമയത്ത് അവരെ വിളിച്ചേ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ ഇപ്പം അവരെ കോൾ ചെയ്യണം, അല്ലെങ്കിൽ ഇപ്പം എനിക്ക് സംസാരിക്കണം, ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അറ്റ് ദ സെയിം എനർജി ഇവർക്ക് വരുന്നുണ്ട് എന്നുള്ളതാണ്. അതായത് അവർക്ക് ആ ഒരു വെയിറ്റിംഗ് കൊടുക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളത് കാണുന്നുണ്ട്. പക്ഷേ ഒരു റിയൽ ലൈഫിൽ അല്ലെങ്കിൽ റിയാലിറ്റിയിലേക്ക് അവരത് എക്സ്പ്രസ് ചെയ്യുന്നില്ല. അവിടെ അവർ ഒരു തമാശ രീതിയിൽ അല്ലെങ്കിൽ ഇതൊക്കെ എന്ത് എന്നുള്ള രീതിയിൽ എടുക്കുന്നതായിട്ട് കാണുന്നുണ്ട്. മനസ്സുകൊണ്ട് അവർ എനിക്കിത് പറ്റുന്നില്ല, അല്ലെങ്കിൽ എനിക്ക് പെട്ടെന്ന് തന്നെ നിങ്ങളുടെ അടുത്തോട്ട് വരണം, അല്ലെങ്കിൽ നിങ്ങളുടെ പ്രസൻസ് എനിക്ക് ഇപ്പം തന്നെ വേണം എന്നുള്ള രീതിയിലാണ് അവരുടെ കറൻറ്റ് ഫീലിങ്സ്. അതേപോലെ തന്നെ എന്തുകൊണ്ടാണെന്നറിയില്ല, എനിക്ക് ഇത്രയും നിന്നെ ലൈക്ക് ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്നറിയില്ല, എനിക്കൊരു ഉത്തരമില്ല, ബ്ലാങ്ക് ആണ്, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല, ചുറ്റിനും നടക്കുന്നൊന്നും മനസ്സിലാവുന്നില്ല എന്നുള്ള രീതിയിലും അവർ നിങ്ങളുടെ അടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. 5 of Wands ആണ്. ഒരു ചാലഞ്ച് പോലെയാണ് അവർക്ക് ഫീൽ ചെയ്യുന്നത്. ലൈഫിൽ ഈ ഒരു എനർജി അവർക്ക് ചാലഞ്ചായിട്ട് ഫീൽ ചെയ്യുകയാണ്. ഇത്രയും നാളും ഇത്ര സീരിയസ് ആയിട്ട് അവർക്കത് എനർജി വന്നിട്ടുണ്ടാവില്ലായിരിക്കാം, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഫീലിങ്സും കാര്യങ്ങളൊന്നും വന്നിട്ടുണ്ടാവില്ലായിരിക്കാം. പക്ഷെ ഇപ്പം ഇങ്ങനെ കടന്നു പോകുമ്പം അവർക്കത് ഭയങ്കര ചാലഞ്ചായിട്ട് ഫീൽ ചെയ്യുകയാണ്. ഒരു ഫിസിക്കലി ഒക്കെയുള്ള ഒരു അട്രാക്ഷൻ നിങ്ങളുടെ അടുത്ത് വളരെയധികം തോന്നുന്നതായിട്ട് കാണുന്നുണ്ട്. അതായത് ഒരു മിസ്സിങ് എനർജിയാണ്, ഒരു റൊമാൻറ്റിക് ആയിട്ട്, അല്ലെങ്കിൽ ചില മൂവീസ് കാണുമ്പം ചില സോങ്ങുകൾ കേൾക്കുമ്പോഴെല്ലാം നിങ്ങളെ ഡ്രീം ചെയ്യുന്നൊരവസ്ഥ. ഓക്കെ, ഫിസിക്കലി ഉള്ള ഒരു ഡെബിൾ കാർഡ് ഇവിടെ വന്നിട്ടുണ്ട്. അതിൻ്റെ അതേപോലെ തന്നെ ഓക്കെ, അപ്പം അങ്ങനെയുള്ള അട്രാക്ഷനും കാര്യങ്ങളും കാണുന്നുണ്ട്. ആൻഡ് അതുപോലെ അവരിവിടെ എന്നെ ആരും മനസ്സിലാക്കുന്നില്ല, നിങ്ങളും എന്നെ മനസ്സിലാക്കുന്നില്ല എന്നുള്ള രീതിയിൽ നിങ്ങളടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. മേ ബി നിങ്ങൾ തമ്മിലുള്ളൊരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കൊടുത്തിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ആയിരിക്കാം. അപ്പം ആരും മനസ്സിലാക്കുന്നില്ല. ഇവിടെ ഒരു റെസ്പോൺസിബിലിറ്റിയുടെ ഒരു കാർഡ് വന്നിട്ടുണ്ട്. ഇത് 7 of Wands ആണ്. അവർക്ക് റെസ്പോൺസിബിലിറ്റി ഉണ്ട്, അല്ലെങ്കിൽ മേ ബി അവർ ലോങ് ഡിസ്റ്റൻസ്, അതായത് നിങ്ങൾ നാട്ടിലും അവർ അബ്രോഡായിരിക്കും, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും, അല്ലെങ്കിൽ അത് തിരിച്ചായിരിക്കും. അപ്പം നിങ്ങൾ തമ്മിലുള്ളൊരു ഡിസ്റ്റൻസ്, അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ കമ്മ്യൂണിക്കേഷൻ കറക്റ്റായിട്ട് ഇല്ലാത്തതായിരിക്കാം. അപ്പം ഇതെല്ലാം നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ നല്ല രീതിക്ക് ബാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇവർക്ക് കറക്റ്റായിട്ട് ഇത് കയ്യിൽ നിൽക്കുന്നില്ല, ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല. ഒന്നും കൂടി ഒന്ന് ബാക്കോട്ട് പോകാൻ പറ്റിയിരുന്നെങ്കിൽ ഞാൻ ഇതിനൊന്ന് നല്ല രീതിക്ക് ഒന്നും കൂടി ഒന്ന് ബിൽഡ് ചെയ്തെടുക്കായിരുന്നു എന്നുള്ള രീതിയിൽ അവർ ചിന്തിക്കുന്നുണ്ട്. അപ്പം നിങ്ങളുടെ ഇടയിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉള്ളതായിട്ടാണ് കാണിക്കുന്നത്. ഓക്കെ, ഇതൊരു നെഗറ്റീവ് തോട്ട്സിനെ ക്യാരി ചെയ്യുന്ന ഒരു പേഴ്സണായിട്ടും കാണിക്കുന്നുണ്ട്. മേ ബി നിങ്ങളുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഉള്ളൊരു മിസ്റ്റേക്ക്, അതൊരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ആയിട്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാരണവശാൽ മറ്റുള്ളവർ പറഞ്ഞു കൊടുത്ത് അതിനെ ഒരു തെറ്റിദ്ധാരണയുടെ രീതിയിൽ നിങ്ങളുടെ പേഴ്സണ് കൊടുത്തിട്ടുണ്ടാകാം. അങ്ങനെയായിരിക്കാം. അല്ലെങ്കിൽ നിങ്ങൾ കുറേ നാളത്തെ ബ്രേക്കപ്പ് സിറ്റുവേഷനിൽ നിൽക്കുന്ന ആളുകളാണെങ്കിൽ ഇവർക്ക് നിങ്ങൾ വേറെ പോയോ, അല്ലെങ്കിൽ കോണ്ടാക്റ്റ് ഒന്നും ഇല്ലെങ്കിൽ, നിങ്ങളിപ്പം നിങ്ങളുടെ കാര്യം നോക്കി നിങ്ങളുടെ കാര്യത്തിൽ തന്നെ ഇൻവോൾവ് ആയിരിക്കുന്നുണ്ട്, നിങ്ങൾ ലെറ്റ് ഗോ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ കോണ്ടാക്ട് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ അവർക്ക് ആ എനർജി ഫീൽ ചെയ്യുന്നുണ്ടാകാം നിങ്ങൾ വിട്ടുപോയി, അല്ലെങ്കിൽ നിങ്ങൾ അടുത്തില്ല, ആ ഒരു പ്രസൻസ് അവരിങ്ങനെ ആഗ്രഹിക്കുന്നുണ്ടല്ലോ, ആ ഒരു പ്രസൻസ്. അപ്പം അവർക്ക് നെഗറ്റീവ് തോട്ട്സ് നിങ്ങളെക്കുറിച്ചിട്ട് വരുന്നുണ്ട്. അവർ പോയോ, നിങ്ങൾ അത്രത്തോളം ചേസ് ചെയ്തിട്ടുള്ള ആളുകളായിരിക്കാം, ബെഗ് ചെയ്തിട്ടുണ്ടാകും, നല്ല രീതിക്ക് തന്നെ നിങ്ങൾ അങ്ങോട്ട് പോയിട്ടുണ്ടാകാം, ഇല്ലാണ്ട് പറ്റില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ പോയിട്ടുണ്ടാകും. പക്ഷേ സ്റ്റിൽ ഇപ്പം അവർ ഇത്രത്തോളം ചെയ്തതുകൊണ്ട് മേ ബി നിങ്ങളൊന്ന് സ്വയം സെൽഫിനെ സ്നേഹിക്കാൻ തുടങ്ങിയിട്ടുണ്ടാകാം, മൂവ് ഓൺ ചെയ്തിട്ടുണ്ടാകാം. അപ്പം അത് നിങ്ങൾ പറയാണ്ട് തന്നെ ആ എനർജി അവർക്ക് അവിടെ ഫീൽ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പം അവർ ചിന്തിക്കുകയാണ്, അങ്ങനെ തുടക്കം പറഞ്ഞ ഒരാൾ ഇത്ര പെട്ടെന്ന് മൂവ് ഓൺ ആയി പോയി, അല്ലെങ്കിൽ അവരെന്താണ് എന്നെ കോണ്ടാക്ട് ചെയ്യാത്തത്, അല്ലെങ്കിൽ ഇപ്പം ഒരു അഡ്രസ്സ് ഇല്ലല്ലോ എന്നൊക്കെയുള്ള രീതിയിൽ. അപ്പം നിങ്ങളങ്ങനെ മൂവ് ഓൺ ചെയ്ത് നിൽക്കുന്ന ആളുകളാണെങ്കിൽ, അത് മീൻസ് അവർ വരുമ്പോൾ വരട്ടെ, അല്ലെങ്കിൽ ഇപ്പം നിങ്ങൾ അതിനെക്കുറിച്ചിട്ടൊന്ന് അധികം അങ്ങോട്ട് കരഞ്ഞ് പിടിച്ചിരിക്കാത്ത വ്യക്തികളാണെങ്കിൽ, അങ്ങനെയുള്ള ആളുകളുണ്ടെങ്കിൽ നിങ്ങൾക്കായിരിക്കും ഇത് കൂടുതൽ റെസനേറ്റ് ആവുക, ഈ ഒരു റീഡിങ് കാണുന്ന ആളുകൾക്ക് കേട്ടോ. അപ്പം നിങ്ങൾ അങ്ങനെ ചെയ്യുന്നത് കൊണ്ടാണ് ഇവർക്ക് ഈ ഒരു പ്രസൻസ് ഇത്രത്തോളം മിസ് ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങൾ ഫസ്റ്റ് ഓഫ് ഓൾ മനസ്സിലാക്കുക. ആൻഡ് ഇവിടെ സൺ കാർഡാണ്
ക്ലാരിറ്റിക്ക് നമുക്ക് ബോട്ടം ഓഫ് ദ ഡെക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് ഒരു സോൾ കണക്ഷൻ കാണിക്കുന്നതാണ്. ഇപ്പം നിങ്ങൾ അവരെ മറന്നാലും അവർ നിങ്ങളെ മറന്നാലും രണ്ടുപേർക്കും ഇത് സാധ്യമായിട്ടുള്ളൊരു കാര്യമല്ല എന്നുള്ളതാണ്. ഓക്കെ, അത് അവരിപ്പം അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നുണ്ട്, അവരത് മനസ്സിലാക്കുന്നുണ്ട്. അപ്പം നിങ്ങളടുത്ത് മെയിൻലി അവർ പറയുന്നത് അവരെ മനസ്സിലാക്കുന്നില്ല എന്നുള്ളൊരു പരാതി പോലെയാണ്. എന്നെ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നില്ല, ഒട്ടും മനസ്സിലാക്കുന്നില്ല എന്നുള്ള രീതിയിലും എനിക്ക് ഈ ഒരു ഇത് എനിക്ക് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കാനേ സാധിക്കുന്നില്ല എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇവർക്ക് രാത്രി ഞാൻ പറഞ്ഞല്ലോ, റിയാലിറ്റിയിൽ ഇവർ ചിരിക്കുന്നുണ്ട്, ഇവർ കളിക്കുന്നുണ്ട്. ഒരു കുട്ടിത്തം നിറഞ്ഞ ക്യാരക്ടർ, അതായത് ഒന്നും അറിയാത്തതുപോലെയുള്ള ഒരു ബിഹേവിയർ ഇവർ പകൽ ടൈമിൽ എടുക്കുന്നുണ്ടാകാം. പക്ഷേ ഒറ്റയ്ക്ക് ഇരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ രാത്രിയാകുന്ന സമയത്ത് ഇവർക്ക് കരയാൻ മാത്രമേ നേരമുള്ളൂ. അതായത് ഒരു റിഗ്രറ്റ് വരിക, അല്ലെങ്കിൽ മെമ്മറീസ് കൊണ്ട് ഇങ്ങനെ ഫസ്റ്റ് പറഞ്ഞതുപോലെ തന്നെ മെമ്മറീസ് കൊണ്ട് ഇങ്ങനെ ഓർത്തിരിക്കേണ്ടി വരുന്ന ഒരു അവസ്ഥ. ഒന്നും മനസ്സിലാവുന്നില്ല, അവർക്ക് ഒറ്റപ്പെട്ടൊരവസ്ഥ ഫീൽ ചെയ്യുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക്. പക്ഷേ അതിൽ നിന്നും അവർ മൂവ് ഓൺ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവരിങ്ങനെ നിങ്ങളുടെ എനർജി ഹോൾഡ് ചെയ്ത് വെച്ചേക്കുകയാണ്. ഓക്കെ, അപ്പോൾ അതിനനുസരിച്ച് ഒരു മിസ്സിങ് എനർജി, ആ ഒരു ഫീലിങ്സ് ഒരുപാട് നിങ്ങളെടുത്ത് ഇമോഷണലി കണക്റ്റ് ആവുകയാണ് എന്നുള്ളതാണ് കാണുന്നത്. അപ്പം നിങ്ങൾക്ക് ഇന്നത്തേക്കുള്ള റീഡിംഗ് ഇതാണ്. നിങ്ങൾക്ക് റെസനേറ്റ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ, റീഡിംഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.